മോഹൻലാലും ജിത്തു ജോസഫും മറ്റൊരു ചിത്രത്തിനായി ഒന്നിക്കുന്നു എന്ന വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ. മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കും ഇതെന്ന രീതിയിലാണ് പ്രചരിക്കപ്പെട്ടത്. മോഹൻലാൽ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷത്തിൽ എത്തുന്നു. ഇതൊരു ത്രില്ലർ ആയിരിക്കും. 12th മാൻ എന്ന ചിത്രത്തിന് ശേഷം അതേ ടീം ഒന്നിക്കുന്ന ഒരു ചിത്രമായിരിക്കും എന്ന രീതിയിലായിരുന്നു വമ്പൻ വാർത്തകൾ എത്തിയത്. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് ജിത്തു ജോസഫ് തന്നെ എത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. അതിന് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. റാം എന്ന ചിത്രം ഇതുവരെയും ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനൊരു ചിത്രം അണിയറയിൽ കിടക്കുമ്പോൾ മറ്റൊരു ചിത്രത്തിൽ കൈകൊടുക്കുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. എന്നാൽ റാം എന്ന ചിത്രം പൂർത്തിയാക്കാൻ തന്നെയാണ് അണിയറ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കാം മറ്റൊരു മോഹൻലാൽ ചിത്രത്തിലേക്ക് ജിത്തു ജോസഫ് കടക്കുക എന്നതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ദൃശ്യം 3 എന്നൊരു സിനിമ അണിയറയിൽ ഉണ്ട്. അത് ആന്റണി പെരുമ്പാവൂർ തന്നെ അനൗൺസ് ചെയ്ത ഒരു ചിത്രമായിരുന്നു. അതെന്തായാലും ഉറപ്പായി നടക്കും. പക്ഷേ അതിന്റെ വർക്കുകളിലേക്ക് എത്തിയിട്ടില്ല. ജിത്തു ജോസഫ് അതിനു വേണ്ടിയുള്ള കഥകളൊക്കെ ഇനി എഴുതി തുടങ്ങണം. പക്ഷേ ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന റാം എന്ന ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ ഉടൻ തന്നെ ആരംഭിക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. റാം എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഷൂട്ടിംഗ് ആണ് നടക്കാൻ പോകുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ. ഫൈനൽ ഷെഡ്യൂൾ ആണ് ഈ ചിത്രത്തിൻ്റെതായി നടക്കാൻ പോകുന്നത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഷൂട്ടിംഗ് ജൂണിൽ ടുണീഷ്യയിൽ ആരംഭിക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ടുണീഷ്യയിൽ തുടങ്ങി ലണ്ടൻ, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിലാണ് ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത് എന്നാണ് വിവരം. ഏതാണ്ട് 52 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ആർട്ടിസ്റ്റിന്റെയും ഡേറ്റ് ഓക്കെ ആക്കി എന്നതാണ് ഇതിനൊപ്പം ലഭിക്കുന്ന വിവരങ്ങളും. അതുകൂടാതെ ഒരു സർപ്രൈസിംഗ് ആക്ടർ കൂടി ഈ ഫൈനൽ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യത കൂടി അവർ പങ്കുവയ്ക്കുന്നു. മോഹൻലാലിനൊപ്പം നിരവധി താരങ്ങൾ എത്തുന്ന ഒരു ചിത്രം കൂടിയാണ് റാം. അടുത്തിടെ റാം എന്ന ചിത്രത്തിൽ അഭിനയിച്ച പല താരങ്ങളും റാം എന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു. ചന്തുനാഥ് ഒക്കെ റാമിന്റെ സെക്കൻഡ് പാർട്ടിലാണ് എത്തുന്നത് എന്ന രീതിയിലാണ് ഒരു അഭിമുഖത്തിൽ സംസാരിച്ചതും. റാമിന്റെ ഫസ്റ്റും സെക്കൻഡും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്തതുപോലെ സംഭവിക്കുകയാണെങ്കിൽ റാം എന്ന ചിത്രത്തിന്റെ ആദ്യ പാർട്ട് ഈ വർഷം തന്നെ റിലീസാകാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെ തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ പറഞ്ഞു വെക്കുന്നതും. എന്തായാലും റാം എന്ന ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂളുകൾ നടക്കാൻ പോകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും റാമിന്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റാമിന്റെ ആദ്യ പാർട്ടിന് ഒരു 10 ദിവസത്തെ ഷൂട്ടിംഗ് ബാലൻസ് ഉണ്ട്. കൂടാതെ റാമിന്റെ രണ്ടാം പാർട്ടിന് 42 ദിവസത്തെ ഷൂട്ട് ബാലൻസ് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ 52 ദിവസത്തെ ഷൂട്ടിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഫൈനൽ ഷെഡ്യൂളായിട്ട് പുരോഗമിക്കാനുള്ള പദ്ധതികളാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ജൂണിൽ തുടങ്ങുമെന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നതും. അതിനൊപ്പം തന്നെ ഫസ്റ്റ് പാർട്ട് പൂർത്തിയാകുമ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നത് ഒരു ഗ്രാൻഡ് ഓണം റിലീസായി ഈ വർഷം ഇറങ്ങാനുള്ള പദ്ധതികളാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നതും. എന്തായാലും റാമിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. പുതിയ ചിത്രമല്ല, ജിത്തു ജോസഫിന്റെ ഷൂട്ടിംഗ് ബാലൻസ് ഉള്ള റാം തന്നെയാണ് മോഹൻലാലുമായി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നതാണ് വിവരങ്ങൾ.